ഇത് കണ്ടോ, ഞങ്ങളുടെ വീട്ടിലെ ടാപ്പ് ഒടിഞ്ഞു പോയി. ഞാൻ പിടിച്ചപ്പോൾ ഒടിഞ്ഞു പോയി. അപ്പം നമുക്കിന്ന് ടാപ്പ് ഫിറ്റ് ചെയ്യാം. എങ്ങനെയാണ്, എനിക്കത്ര പെർഫെക്റ്റായിട്ട് അറിയില്ല, എന്നാലും ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്ക് ടാപ്പ്, പുതിയ ടാപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ടാപ്പാണ്. ഈ ടാപ്പാണ് കേട്ടോ. ഇതാണ്. എന്നിട്ട് അത് ഇങ്ങനെ ടൈറ്റാക്കാനുള്ള, എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഒരു നൂലിനകത്തൊരു പ്ലാസ്റ്റിക് സാധനമുണ്ട്, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമുക്കത് പൊട്ടിച്ചിട്ട് നോക്കാം എന്താ. ഈ സെയിം ഒടിഞ്ഞ അതേപോലത്തെ പൈപ്പ് തന്നെ, പക്ഷേ ടാപ്പ് തന്നെ തോന്നുന്നു. കളർ കണ്ടിട്ട് എനിക്കറിയാം, അതുപോലത്തെ ടൈപ്പ്. നമ്മൾ ആ ടൈപ്പ് വാങ്ങിച്ച കടയിൽ നിന്നാണ്. സെയിം ടൈപ്പ് ടാപ്പ്, ഓക്കെ, സെയിം ആയിട്ടുള്ളതാണ്. എൻ്റെ ബുഷ് സംഗതി ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് ഫിറ്റിങ് ചെയ്യാം. ഇത് ഫിറ്റിങ് ചെയ്യുമ്പോൾ ഞാൻ ഫോണിലാണ് ഇത് പിടിക്കുന്നത്. അപ്പോൾ അത് സ്റ്റാൻഡ് വെച്ചിട്ട് പറ്റുള്ളൂ. എൻ്റെ ഇപ്പം തൽക്കാലം സ്റ്റാൻഡൊന്നും ഇല്ല. അപ്പോൾ ആദ്യം നമ്മളിത് കുറച്ച് ഉള്ളിലോട്ടാക്കി വെക്കണം ഈ സാധനം. ബുഷ് എന്നാൽ അതിൻ്റെ പറയണമെന്ന് തോന്നുന്നു തന്നെ, ഇത് ബുഷെന്ന് തന്നെ പറയണം. എന്നിട്ട് നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം നമ്മൾ എടുക്കുക, കുറച്ചെടുക്കുക. പ്ലാസ്റ്റിക് സാധനം ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. എന്നാൽ നമ്മൾ ആ പൈപ്പിലോട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്, ലൂസൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. ഇത് ഞാൻ ഇവിടെ പ്ലംബിങ് ചെയ്തുകൊണ്ടിരുന്നപ്പം അവർ ചെയ്യുന്നതിൻ്റെ ഇത് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പൊട്ടിയപ്പോൾ. അപ്പം അത് വെച്ചപ്പോൾ സക്സസ് ആയി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇങ്ങനൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചില ആൾക്കാർ പറയും പെണ്ണുങ്ങൾക്ക് ഈ പ്ലംബിങ്ങിൻ്റെ ഒരു സാധനം അറിയില്ല എന്നൊക്കെ വിചാരമുണ്ട് ചില ആൾക്കാർക്ക്. എല്ലാവർക്കും ഞാൻ പറയില്ല. അപ്പോൾ നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്യുക. കത്തി മുറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ ആ പൈപ്പിന് വെള്ളം പോകുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, വെള്ളം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യാമോ കേട്ടോ. ഇത്രയല്ല, സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചെയ്യാൻ. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ നോക്കും, ടൈറ്റാക്കാൻ നോക്കും. ചിക്കൻ നടക്കുന്നില്ല, കൈകൊണ്ട് ടൈറ്റായി വരുന്നുണ്ടാകണ്ട. നമുക്കപ്പം അത് ഓപ്പൺ ചെയ്ത് നോക്കാം. മെയിനായിട്ടുള്ള സംഗതി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഫുള്ള് മഴയപ്പോൾ ഇങ്ങനെ ഫുള്ള് പെട്ടെന്ന് പുല്ല് ഇങ്ങനെ പിടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ബാറ്റോട്ടൊന്നും പോകണ്ട, അതിൻ്റെ പാമ്പസും ഇതെല്ലാം കാടായിട്ടുണ്ട്. ഡെലിവറിയൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ പോകാറില്ല. ഇത് നമ്മൾ ഓപ്പണാക്കി കൊടുക്കും. ഇവിടെ ചെറുതായിട്ട് ലീക്ക് വരുന്നുണ്ട്. ചെറുതായിട്ടൊരു ഇത് വരുന്നുണ്ട്.
അപ്പോൾ നമുക്കൊന്ന് കുറച്ചിടും ഇത് ഇളക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഇത് വെച്ച് കൊടുക്കാം. ഇതാണ് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം വെച്ച് കൊടുക്കാം. ഇത്ര ശകലം നമ്മൾ മറ്റേ മൊത്തം ഊരേണ്ട ആവശ്യമില്ല, കുറച്ചിങ്ങനെ എടുക്കണം. എന്നിട്ട് ഇതാ ഈ ഭാഗത്തുണ്ടല്ലേ, ഈ ഭാഗത്ത് കുറച്ച് നമ്മളുടെ ഇത് വെച്ചിട്ട് ചുറ്റി കൊടുക്കണം. ഇപ്പം നമ്മളെ പൈപ്പ് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. പൈപ്പല്ലേ, സോറി, ടാപ്പ് ശരിയാക്കിയിട്ടുണ്ട്. ഇത്രയല്ലേ, സിമ്പിൾ. അപ്പം ലേഡീസിനും പറ്റും പ്ലംബിങ് വർക്ക്.